എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കേരള സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത ഊർജ്ജ കേരള മിഷൻ്റെ ഭാഗമായ ഫിലമെൻ്റ് രഹിത കേരളം പദ്ധതിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുവഴി കുറഞ്ഞ ചെലവിൽ LED ബൾബുകൾ എങ്ങനെ വാങ്ങാം എന്നതാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. KSEBയുടെയും എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ www.kseb.in എന്ന KSEBയുടെ ഹോം സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. KSEBയുടെ ഹോം സൈറ്റിൽ നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ KSEBയുടെ ഹോം സൈറ്റിൽ ഫിലമെൻറ്റ് ഫ്രീ കേരള അപ്ലൈ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ KSEBയുടെ വെബ് സെൽഫ് സർവീസ് പോർട്ടലിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. wss.kseb.in/selfservice/ffk എന്ന ലിങ്ക് വഴിയും നിങ്ങൾക്ക് നേരിട്ട് ഈ പേജിൽ എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ ഫിലമെൻ്റ് രഹിത കേരളം സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രൈസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നിവ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രൈസ് സംബന്ധിച്ച് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ വില സംബന്ധിച്ച് നൽകിയിരിക്കുന്നത് 9 വോട്ട് LED ബൾബായിരിക്കും. അത് താങ്ങാവുന്ന ചിലവിൽ നൽകാനാവും എന്നാണ് ഇവിടെ അവകാശപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 55 മുതൽ 70 രൂപയ്ക്കകത്തായിരിക്കും ഈ LED ബൾബുകൾക്ക് വില ആവുക എന്നാണ് കരുതുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെ വാങ്ങാം, അതിന് യോഗ്യതയുള്ളത് നിലവിൽ ഗാർഹിക ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് മാത്രമേ ഇപ്പോൾ LED ബൾബുകൾ ലഭ്യമാവുകയുള്ളൂ. അടുത്ത ഘട്ടത്തിൽ മറ്റുള്ളവരെ കൂടെ പരിഗണിക്കും എന്നാണ് അറിയുന്നത്. ഇവിടെ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ യൂസർ ലോഗിൻ എന്ന വിൻഡോയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ വെബ് സെൽഫ് സർവീസിൽ ഒരിക്കലെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ യൂസർ ഐ ഡി മറന്നുപോയി അല്ലെങ്കിൽ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ, നിങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ബില്ലിൻ്റെ അവസാന 5 അക്കം, ഒരു യൂസർ ഐ ഡി, പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അതുപോലെ ഏറ്റവും അവസാനം ഒരു വെരിഫിക്കേഷൻ കോഡും നൽകി നിങ്ങൾ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു SMS ആയോ ഇമെയിൽ ID വഴിയോ, നിങ്ങൾ നൽകിയിരിക്കുന്ന ഇമെയിൽ ID വഴിയോ ഒരു OTP ലഭിക്കുകയും ആ OTP സക്സസ്ഫുള്ളായി നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാവുകയും ചെയ്യും. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് വീണ്ടും യൂസർ ലോഗിൻ എന്നതിലേക്ക് വരിക. അതിനുശേഷം രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച യൂസർ IDയും പാസ്വേഡും നിങ്ങളവിടെ നൽകുക. ഇവിടെ എൻ്റെ പാസ്വേഡും IDയും ഞാൻ നൽകുകയാണ്. അതിനുശേഷം സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LED റിക്വയർമെൻറ്റ് നൽകാവുന്ന പോർട്ടലിലേക്ക് നിങ്ങളെത്തും. ഇവിടെ ഫിലമെൻറ്റ് ഫ്രീ കേരളയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തെ ഗ്യാരൻറ്റിയാണ്. 9 വാട്ട് LED ബൾബാണ് നൽകുന്നത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. EMCയുടെയും KSEBയുടെയും ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളും പഴയ CFL ലാമ്പുകളും ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് നിന്ന് ഇത് കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ ഫിലമെൻ്റ് രഹിത കേരളത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്നതാണ്. തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്ര ബൾബ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. മാക്സിമം ക്വാണ്ടിറ്റി 20 റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് 5 എന്ന് കൊടുക്കുന്നു. ഇവിടെ പ്ലസ് ബട്ടൺ അല്ലെങ്കിൽ മൈനസ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്പറുകൾ കൊടുക്കാം. അതല്ല എങ്കിൽ ഇതിൽ നേരിട്ട് ക്ലിക്ക് ചെയ്ത് 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് CFL ബൾബ് റിട്ടേൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ കൊടുക്കാം. ഇല്ല എങ്കിൽ അത് 0 എന്ന് കൊടുക്കാം. ഓർഡിനറി ബൾബും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ 1 എന്നോ 2 എന്നോ അല്ലെങ്കിൽ 5 എന്നോ കൊടുക്കാം. ഇല്ലെങ്കിൽ അത് 0 കൊടുക്കാം. ഇവിടെ അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് കൺഫർമേഷൻ വരും. LED റിക്വയർമെൻറ്റ് 5, ഓൾഡ് ബൾബ് ടു ബി റിട്ടേൺ 2. ഇത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുക. ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ ഇതിനകത്ത് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ wss.kseb.in എന്ന സൈറ്റ് എടുക്കുക. അവിടെ വന്ന ശേഷം ഈ ഏറ്റവും അവസാനം എടുക്കുന്ന I want to switch over to efficient LED bulb എന്നത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ റിക്വയർമെൻറ്റ് റിട്ടേൺ കൺസ്യൂമർ നമ്പർ എന്ന് കാണാം. ഈ കൺസ്യൂമർ നമ്പറിന് മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് 9 വാട്ടിൻ്റെ ബൾബ് എത്ര എണ്ണം വേണം എന്നുള്ളത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ 0 കൊടുക്കുന്നു. 0 കൊടുത്താൽ ക്യാൻസൽ എന്നതാണ് അതിൻ്റെ അർത്ഥം.
ഇവിടെയും 0 കൊടുക്കുന്നു. അതിനുശേഷം പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം റിക്വയർമെൻറ്റ്, ആർ യു ഷുവർ യു വാണ്ട് ടു ക്യാൻസൽ യുവർ ഡിമാൻഡ് എന്നുള്ളത് ചോദിക്കും. അവിടെ പ്രൊസീഡ് നൽകിയാൽ നിങ്ങൾ നേരത്തെ കൊടുത്തത് ഓൾറെഡി ക്യാൻസലായി കഴിഞ്ഞു. ഫിലമെൻ്റ് രഹിത കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും രജിസ്റ്റർ ചെയ്തത് എഡിറ്റ് ചെയ്യുന്നതിനും രജിസ്റ്റർ ചെയ്തത് ക്യാൻസൽ ചെയ്യുന്നതിനുമുള്ള ഓപ്ഷൻസാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത്. ഇതിന് പുറമെ നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്ത വെബ് സെൽഫ് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വൈദ്യുത ചാർജ് ക്വിക്ക് പേ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വൈദ്യുത സംബന്ധമായ പരാതികളുണ്ടെങ്കിൽ രജിസ്റ്റർ കംപ്ലയിൻറ്റ് എന്നുള്ളത് ഉപയോഗിക്കാം. കംപ്ലയിൻറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വെബ് സെൽഫ് സർവീസ് ഉപയോഗിക്കാം. പുതിയ കണക്ഷൻ എടുക്കുന്നതിന് പുതിയ കണക്ഷൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിനും അടക്കം ഒട്ടനവധി സേവനങ്ങളാണ് വെബ് സെൽഫ് സർവീസ് വഴി KSEB നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്.